ഇവിടെ എല്ലാം ഓക്കെയാണ്, നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇതൊരു ഐ ഓപ്പണറായി, കണ്ണ് തുറക്കാനുള്ള ഒരു ഉദാഹരണമായി മാറുമോ കേരളത്തെ സംബന്ധിച്ച്? തീർച്ചയായിട്ടും കേരളം എല്ലാം ഓക്കെ ആണെന്ന് പറയുമ്പോൾ കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊന്നുമായിട്ട് താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വികസന സൂചികകളുള്ള സമൂഹമാണ്. ആരോഗ്യ വിദ്യാഭ്യാസം, നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ വലിയ ഭാഗം ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്താണ് നമ്മൾ ചിലവാക്കുന്നത്. ഇവിടെ ശങ്കുട്ടി ദാസിനെ പോലുള്ള സുഹൃത്തുക്കൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കേരളം അതിൻ്റെ റവന്യൂവിൻ്റെ, അതിൻ്റെ വരുമാനത്തിൻ്റെ വിഹിതം മാത്രമല്ല ആരോഗ്യ മേഖലയിൽ ചിലവാക്കുന്നത്, വിദ്യാഭ്യാസ മേഖലയിൽ ചിലവാക്കുന്നത്. ബജറ്റിന് പുറത്ത് പണം കണ്ടെത്തി വളരെ വിപ്ലവകരമായ രീതിയിൽ അടിസ്ഥാന സൗകര്യ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ വലിയ രീതിയിൽ നിക്ഷേപം നടത്തുന്ന ഒരു സംസ്ഥാനമാണ്. കിഫ്ബിയുടെയൊക്കെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജായാലും കേരളത്തിലെ എല്ലാ താലൂക്ക് ജില്ലാ ആശുപത്രികളായാലും ഇതിലൊക്കെ ഉണ്ടായിരിക്കുന്ന അടിസ്ഥാന സൗകര്യം, ആ രംഗത്തുണ്ടായിരിക്കുന്ന മാറ്റം, അവിടെ കൂടി വരുന്ന രോഗികളുടെ എണ്ണം, ഇതെല്ലാം തന്നെ എന്താണ്, ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റാത്തതാണ്. കേരളത്തിൽ ആരോഗ്യ ചികിത്സാ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തൊക്കെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ഒരു താരതമ്യവും പാടില്ലാത്ത തരത്തിലുള്ള വളർച്ച ഉണ്ടായിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. ആ വളർച്ചക്കൊപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ ചില അപകടങ്ങൾ ഉണ്ടാകുന്നു. ആ അപകടങ്ങളെ നമുക്ക് അതിൻ്റെ കാരണം കണ്ടെത്തി അത് പരിഹരിച്ച് അതിനി ആവർത്തിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ പരമാവധി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം അപകടങ്ങളെ വെച്ചുകൊണ്ട് കേരളത്തിലെ ആരോഗ്യ മേഖല ആകെ മോശമാണ്. എന്തൊക്കെയാണ് ശങ്കുട്ടി ദാസ് പറയുന്നത്? ഇവിടെ രാജഭരണമൊന്നുമല്ല ആരോഗ്യ ചികിത്സാ രംഗത്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. രാജഭരണമൊക്കെ അത് നിങ്ങളുടെ എന്താണ് ഒരു ഭൂതകാല ഈ ഒരു ഗൃഹാതുരത്വമുണ്ടല്ലോ, രാജഭരണത്തെയൊക്കെ ഭയങ്കരമായിട്ട് ആദർശവൽക്കരിച്ച് നിൽക്കുന്ന കേരളത്തിൽ ഇവിടെ മിഷണറിമാർ വന്നു. ഇവിടെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും ഭാഗമായിട്ട് ആരോഗ്യ ചികിത്സാ രംഗത്തൊക്കെ വലിയ ഇടപെടലുകളുണ്ടായി. ആ ഇടപെടലുകളുടെയൊക്കെ ആകെ തുകയിലാണ് 1957 ഐക്യ കേരളം ഉണ്ടാകുമ്പോഴേക്കും ഇവിടെ ഒരു ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഉണ്ടാകുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് നേതൃത്വത്തിലാണ് ഇവിടെ കൊളോണിയൽ കാലത്ത് ആരംഭിച്ച വളരെ പരിമിതമായ രീതിയിലുണ്ടായിരുന്ന സർക്കാർ ആശുപത്രികളെ, ധർമാശ ആശുപത്രികളെ പൊതുജനാരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാക്കി നമുക്ക് മാറ്റാൻ കഴിഞ്ഞത്. അതിനെതിരായിട്ട് ആഗോളവൽക്കരണം ഉയർത്തിയ എല്ലാ വെല്ലുവിളികളെയും പ്രതിരോധിച്ച് ഈ സർക്കാർ ആശുപത്രികളെ ജനോപകാരപ്രദമായ ചികിത്സാലയങ്ങളായി വളർത്തുന്നതിന് വളരെ നിർണായകമായ പങ്ക് നമ്മൾ വഹിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ UP ആയുർദൈർഘ്യം എത്രയാണ്? ഒരു മനുഷ്യന്റെ ആയുർദൈർഘ്യത്തിന്റെ കാര്യം മാത്രമല്ല, ഓവറോൾ ഹെൽത്ത് പെർഫോമൻസിന്റെ കാര്യത്തിൽ നീതി ആയോഗിന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലാർജർ സ്റ്റേറ്റ്സ് ഇൻക്രിമെന്റൽ സ്കോർസ് ആൻഡ് റാങ്ക്സ് വിത്ത് ഓവറോൾ പെർഫോമൻസ് ഫ്രം ബേസ് ഇയർ ടു റെഫറൻസ് ഇയർ ആൻഡ് റാങ്ക്സ്. ഒന്നാം റാങ്ക് കേരളത്തിലാണ്. കേരളത്തിന്റെ സ്കോർ 76.55 ആയിരുന്നു. ബേസ് ഇയർ 2014-15 അത് 80 ഇപ്പോൾ. കേരളത്തിന്റെ സ്കോർ 80, ഉത്തർപ്രദേശിന്റെ 33.69 ഏറ്റവും ഒടുവിൽ ഉത്തർപ്രദേശാണ്. 28.14 നിന്ന് 33.69 ഉത്തർപ്രദേശ് ഉയർന്നിട്ടുണ്ട്. ഒന്നാം സ്ഥാനത്ത് കേരളം 80 ഉള്ളപ്പോൾ രണ്ടാം സ്ഥാനത്ത് തമിഴ്നാടാണ്. അവർ 62.2 നിന്ന് 65.21 ഉയർന്നിരിക്കുന്നത്. ഇതിന്റെ ക്രെഡിറ്റ് ആർക്കാണെങ്കിലും നമ്മൾ പൊതുജനാരോഗ്യ രംഗത്ത് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഓവറോൾ ഹെൽത്ത് പെർഫോമൻസിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം കേരളമാണെന്നാണ് എന്തായാലും നീതി ആയോഗ് പറയുന്നത്. അപ്പോൾ അതിലൊരു തർക്കത്തിന്, ഒരു ഡാറ്റ ആയതുകൊണ്ട് തന്നെ അതിലൊരു തർക്കത്തിന് പ്രസക്തി ഉണ്ടാവുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു.